ഹലോ ഫ്രണ്ട്സ്. എൻ്റെ കിച്ചൺ റിനോവേഷൻ പ്രോജക്റ്റ് കണ്ടു കഴിഞ്ഞതിന് ശേഷം കുറേ അധികം ആളുകൾ എന്നോട് ആ അടുപ്പിനെ കുറിച്ച് ചോദിച്ചു. അതായത് ഒരു ഇലക്ട്രിക് സ്റ്റൗ അല്ല, വിറക് ഉപയോഗിച്ച് കത്തിക്കുന്ന ഒരു സ്റ്റൗ ആണല്ലോ അത് ഞാൻ കാണിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസും അതെവിടുന്നാണ് വാങ്ങിയത്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ കുറേ പേര് എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് ആ അടുപ്പ്. ഇപ്പം അടുപ്പിൽ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാൻ കഞ്ഞി തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട്. അത്യാവശ്യം വലിയ വിറകാണ് വെച്ചിരിക്കുന്നത്. തീ അത്യാവശ്യം നന്നായിട്ട് കത്തുന്നുണ്ട്. ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്, അത്ര തീ ആവശ്യമുള്ളൂ. ഇപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് കറണ്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുപ്പിൻ്റെ ടെക്നിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു മോട്ടറുണ്ട് അടിയിൽ. അതായത് ഒരു ബ്ലോവറാണ്, എയർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ തീ കത്തുമ്പോൾ എന്ന് പറയുമ്പോൾ സാധാരണ പുകയൊക്കെ വല്ലാതെ ഉണ്ടാകുന്ന എയർ നല്ലവണ്ണം കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പം വണ്ടിയാണെങ്കിൽ എൻജിൻ പിന്നെ ഫ്യൂവൽ കത്തണമെങ്കിൽ അതിന് എയർ വേണം. എയറിലെ ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എയർ മൊത്തത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ എയർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കത്തുമ്പം പുകയുണ്ടാവില്ല. കാരണം ഫുള്ളായിട്ട് ബേണിങ് നടക്കും. അപ്പം അതായത് കത്തും നന്നായിട്ട്. വിറക് ഫുള്ളായി കത്തുമ്പോൾ പുക ഉണ്ടാവില്ല. ഉണ്ടാവുമെന്ന് വെച്ചാൽ ചെറിയൊരു പുകയുണ്ട്. വിറകടുപ്പാകുമ്പം പുകയുണ്ടാവും. അപ്പം നമ്മുടെ വിറകിൻ്റെ കത്തലിനൊക്കെ അനുസരിച്ച് നമുക്കിത് ഫ്ലോർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞതാണ്, ഇപ്പോൾ ഓഫായി കഴിയുമ്പോൾ ഒന്നുമില്ല. ഇപ്പം ഏറ്റവും കുറഞ്ഞ ഇതിലാണ് ഇട്ടിരിക്കുന്നത് എയർ ഫ്ലോ. അപ്പോൾ അത് തന്നെ മതി. ഇവിടെ നന്നായിട്ട് കത്തും. ഇനിയിപ്പോൾ കുറച്ച് നനഞ്ഞ വിറകൊക്കെ ആണെങ്കിൽ ഇതൊന്നും കൂടെ കൂട്ടിയിടുക. അപ്പം അത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കത്തും. പക്ഷെ കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വിറക് കത്തി തീരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മളെപ്പോഴും കുറഞ്ഞ ലോ ലെവലിലിട്ടിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഉള്ളിലൊരു ബ്ലോവർ, അതായത് എയർ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഒരു മോട്ടറും ഒരു ഫാനും ഒക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. അതിപ്പോൾ ഒരു DC മോട്ടറാണ്. ഉള്ളിലൊരു ചെറിയ ബാറ്ററി ഉണ്ട്. അതിൽ ചാർജ് നിൽക്കും. 6 വോൾട്ട് ബാറ്ററിക്ക് അത് ചാർജ് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നിൽക്കും. 5-6 മണിക്കൂറൊക്കെ ചാർജ് നിൽക്കുമല്ലോ കറണ്ട് ഇല്ലെങ്കിൽ പോലും. നമുക്ക് പിന്നെ ഇവിടെ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് ആ ഒരു വിഷയം വരുന്നില്ല. ഇപ്പം വേണമെങ്കിൽ കുത്തിയിടാം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം. ഇത് കത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. സാധാരണ അടുപ്പ് കത്തിക്കുന്നത് പോലെ കുറച്ച് വിറകും, ചെറിയ വിറകും, കൊള്ളി വിറകും, പിന്നെ കുറച്ച് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് കത്തിക്കുക. കത്തിക്കഴിഞ്ഞിട്ട് വേണം ഇത് നമ്മളിടാൻ. ചെറുതായിട്ടൊന്ന് തീ പിടിച്ച് കഴിഞ്ഞിട്ട് വേണം ഈ ബ്ലോവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് കഴിയുക. ആദ്യം ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തോന്നും നമ്മൾ കത്തിക്കുമ്പോൾ.